നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ സംബന്ധിച്ച് ഗതികെട്ട നേരത്ത് കിട്ടിയ ഒരു പിടിവള്ളിയാ, അത്രേ ഉള്ളൂ. വാ നിക്ക്, എന്റെ പൊന്നനീത്തി നിന്നേ. വരുമാനമാർഗമില്ലാത്ത ഭർത്താവിനെ പരമപുച്ഛവും അവഗണനയുമായിരുന്നല്ലോ. വെറും അടിമക്കോന്തനായിരുന്നില്ലേ ഇന്നലെ വരെ? ഇപ്പൊ എന്താ ഒരു മാറ്റം? വലിയ തറവാട്ടുകാരിയും മുൻ MLA മകളുമായ ഹരിതത്തമ്പുരാട്ടിക്ക് ഭർത്താവിന്റെ അച്ഛന്റെ പണം കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ അത് നാടകം കളിച്ച് പിടുങ്ങിയെടുക്കാൻ ഒരു ഉളുപ്പുണ്ടായില്ല അല്ലേ? ഈ തന്ത്രം എവിടെന്ന് കിട്ടി? വെടക്കാക്കി തനിക്കാക്കുന്ന ഈ ചീപ്പ് ഏർപ്പാട്. ഓ മറന്നു, ശകനിക്കുറുപ്പിന്റെ അല്ലേ വിത്ത്. എന്റെ അച്ഛന് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടി? മൂക്കിൽ വലിച്ചു കേട്ടോ? എന്റെ ഹരിമോള് ഫീൽ ചെയ്താ പോയത്. ഏട്ടനത്ര മാനൊന്നും ആവണ്ട. അച്ഛനെ അമ്മയും പാട്ടിലാക്കി പണം തട്ടാൻ ഏട്ടനും ശ്രമിച്ചതാണല്ലോ. അവര് കഴിക്കുന്ന ആഹാരത്തിന് വരെ കണക്ക് പറഞ്ഞ് പണം വാങ്ങിയിട്ടില്ലേ? അത്തരം ചീപ്പ് ഏർപ്പാടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പൊ ന്യായം എന്റെ ഭാഗത്താണെന്ന് മനസ്സിലായപ്പോ അമ്മ എനിക്ക് പണം തന്നു. എന്തോ നാടാ നിന്റെ ന്യായം? അച്ഛ ഗർഭിണിയായിരിക്കുമ്പോ ന്യായമെല്ലാം നിന്റെ ഭാഗത്ത്. എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോ ഒരു ന്യായവും എന്റെ ഭാഗത്തേക്ക് വന്നില്ലല്ലോ. കൂലിപ്പണിക്കാരുടെ മോള് ഗർഭിണിയാകുമ്പോ ഉണ്ടാകുന്ന വെയിറ്റ് അല്ല കുറുപ്പിന്റെ മകള് ഗർഭിണിയാവുമ്പോ. അതിന് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. പ്രകാശേ, എന്താടാ, എന്താ പ്രശ്നം? ഞങ്ങളെ കാണുമ്പോ ഏട്ടൻ മെക്കിട്ട് കയറാൻ വരുവാ. കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ച് ഹരിത ഇവിടുന്ന് ഓടിച്ചു. പാവ എന്റെ ഹരിമോള് കരഞ്ഞോണ്ട് ഇവിടുന്ന് പോയത്. കാരണം ചോദിച്ചിട്ട് ഇങ്ങോട്ട് പറയുന്നുമില്ല. അച്ഛന്റെ കയ്യിലുള്ള പണം എടുത്ത് ഒരു മകന് മാത്രം കൊടുക്കുന്നത് ഏതു വകുപ്പിലാ? ഞാനിവിടുത്തെ മൂത്ത സന്തതിയാ. എന്നോടൊന്ന് ആലോചിച്ചോ? എനിക്ക് പണത്തിന് ആവശ്യമുണ്ടോന്നൊന്ന് അന്വേഷിച്ചോ? അമ്മ കാണിച്ചത് വലിയ തോന്നിവാസ. പ്രകാശേ, അമ്മ തോന്നിയാസം ഒന്നും കാണിച്ചിട്ടില്ല. ഈ വീട്ടിൽ ഗതി പിടിക്കാത്തവർ രണ്ടുപേരാ, മനോജും വന്ദനയും. മൂത്ത മകൾ വസന്ത ഭർത്താവിന്റെ ചെലവിൽ വലിയ കുഴപ്പമില്ലാതെ കഴിയുന്നുണ്ട്. നിന്റെ കയ്യിൽ പണം ഉള്ള കാര്യം നീ മറയ്ക്കുന്നുണ്ടെങ്കിലും നിന്റെ കയ്യില് ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ടെന്ന് ഈ അമ്മയ്ക്കറിയാം. കോടീശ്വരനായ വിക്രമിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് വർഷയും സുരക്ഷിതയാണ്. ഇവിടെ ഇപ്പോ വന്ദനയ്ക്കുള്ളതിനേക്കാളും പണത്തിനാവശ്യം മനോജിനാണ്. ഗർഭിണിയായ ഭാര്യയുടെ സംരക്ഷണ ചെലവ് വഹിക്കേണ്ട ബാധ്യത അവനില്ലേ? അവന് മാത്രല്ല, പെണ്ണിന്റെ അമ്മായിയമ്മയായ എനിക്കുണ്ട്. അമ്മ ആ പറഞ്ഞത് ശരിയാ. അതുകൊണ്ടാ ഞാൻ അവന് പണം കൊടുക്കുന്നത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ചെയ്ത് കൊടും ചതിയായി പോയി. തികഞ്ഞ പക്ഷാഭേദമായി പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.